അപ്പോൾ നമുക്ക് ഇതുപോലെ കേടുവന്ന ഒരു അയൺ ബോക്സ് എടുക്കാം. അതിൻ്റെ സ്ക്രൂകളെല്ലാം അഴിച്ച് മാറ്റുക. ഇവിടെ കാണുന്ന ഈ സ്ക്രൂയും അഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ കൈയും മുറിയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഈ യു ഷേപ്പിലുള്ള ഇതിനുള്ളിലാണ് നമ്മുടെ നിക്രോം വയർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ 2 സ്ക്രൂകൾ ഊരിയെടുക്കാം. അപ്പോൾ ആ 2 സ്ക്രൂകൾ ഊരിയെടുത്തതിന് ശേഷം ഒരു ഡ്രൈവർ എടുത്ത് നമുക്ക് അത് ഇങ്ങനെ ഊരിയാം. അത് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം മുറിച്ച് മാറ്റാം. എങ്കിലേ അതിൻ്റെ ഉള്ളിലുള്ള നിക്രോം വയർ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മുറിച്ച ഭാഗത്തല്ല മുറിഞ്ഞത് എങ്കിലും നമുക്ക് നിക്രോം വയർ ഊരിയെടുക്കാൻ സാധിക്കും. അതിങ്ങനെ പതുക്കെ വലിച്ച് ഊരി മാറ്റുക. ഊരിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലൗസോ കവറോ ധരിക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊരു ഗ്ലൗസോ ഉറയോ മറ്റോ ധരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി ഇതിൻ്റെ ബാക്കി ഭാഗത്ത് നിന്നും അവിടെ മുറിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള നിക്രോം വയർ നമ്മൾ എടുക്കുകയാണ്. ഇതുപോലെ കമ്പിമേൽ ചുറ്റിയിരിക്കുന്നതെല്ലാം നമ്മൾ ഊരുക. ഇപ്പോൾ ഒരു ഭാഗത്തെ മുഴുവൻ വയറും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ അറ്റമെടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇവിടെയും നമ്മൾ മുറിച്ച ഭാഗത്തല്ല മുറിഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന് താഴെയായി ഒന്ന് മുറിച്ച് അതിനുള്ളിലുള്ള വയർ കമ്പിയിൽ നിന്നും നമുക്ക് ഊരിയെടുക്കാം. ഇതുപോലെ സ്ക്രൂവിൽ ചുറ്റിയിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ചുറ്റി ഊരിയെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്രൂവിൽ നിന്നും ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗം നിവർത്തിയെടുക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ള ഉള്ളിലുള്ള നിക്രോം വയർ നമുക്ക് മുഴുവനായും ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിന്നും നിക്രോം വയർ മുഴുവനായും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്രോം വയർ. ഞാൻ മുഴുവനായും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കയ്യിൽ ചുറ്റി ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ടെക്കൻ വ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക.